ആയിട്ട് നമ്മൾ ലോകമെമ്പാടും യോഗാ ദിനം ആഘോഷിക്കുകയാണ്. ജൂൺ 21 എല്ലാ വർഷവും നമ്മൾ യോഗാ ദിനം ആഘോഷിക്കുന്നത്. ഈ വർഷത്തെ യോഗയുടെ തീം എന്തെന്നാൽ യോഗ ഫോർ വുമൺ എംപവർമെന്റ് എന്നതാണ്. സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു വലിയ സമൂഹമാണ് സ്ത്രീ സമൂഹം. ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമൂഹികമായിട്ടും വളരെയധികം വിഷമം അനുഭവിക്കുന്ന സമൂഹം. ആ സമൂഹത്തെ യോഗ എന്ന മാധ്യമം വഴി മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ വർഷത്തെ യോഗയുടെ തീമും യോഗയുടെ ഉദ്ദേശവും. അപ്പോൾ സ്ത്രീകൾ അനുഭവിക്കുന്ന ശാരീരിക പ്രശ്നങ്ങളുണ്ട്. ആ ശാരീരിക പ്രശ്നങ്ങൾക്ക് യോഗ വലിയൊരു മുതൽക്കൂട്ടാണ് എന്നുള്ള സന്ദേശം ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പം ഈ കാലഘട്ടത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന വലിയ പ്രശ്നമാണ് PCOS, PCOD, മെൻസ്ട്രുവൽ ഡിസ്ഫങ്ഷൻസ്, മെൻസ്ട്രുവൽ ഡിസോർഡേഴ്സ്, അങ്ങനെ ഉള്ള രോഗങ്ങൾക്ക് യോഗ ചെയ്യുന്നത് വഴി വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്നു. ശാരീരികമായിട്ട് നല്ല ഉന്നമനം കിട്ടുമെന്നുള്ള കാര്യം സ്ത്രീകൾക്ക് അറിയില്ല, അല്ലെങ്കിൽ സമൂഹത്തിന് അറിയില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ സമൂഹത്തിൽ അറിയിക്കുക എന്നുള്ളതാണ് ഈ വർഷത്തെ യോഗ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജീവിതമാണ് ഇപ്പോൾ നമ്മളെല്ലാവരും നയിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾ പ്രത്യേകിച്ചിട്ട് ഓഫീസിലായാലും വീടുകളിലായാലും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്ക് ഉന്നമനം കിട്ടാൻ, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള സന്തോഷം ലഭിക്കാൻ അറിവ് ആർക്കുമില്ല. അപ്പം അത്തരത്തിലുള്ള സന്ദേശങ്ങൾ നൽകുക എന്നുള്ളതാണ് ഈ യോഗ ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം സമൂഹത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ശാരീരിക പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ, സാമൂഹിക പ്രശ്നങ്ങൾ ഒക്കെ മാറ്റാൻ വേണ്ടി യോഗ വളരെയധികം ഉപകരിക്കുമെന്നുള്ള ഒരു സത്യമായിട്ടുള്ള കാര്യം ആർക്കും അറിയില്ല. അപ്പം അത് അറിയാൻ വേണ്ടിയിട്ടും അതിനെപ്പറ്റി ചിന്തിക്കാൻ വേണ്ടിയിട്ടും അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ യോഗ ദിനം ആഘോഷിക്കുന്നത്. നിത്യം യോഗ ചെയ്യുന്നത് വഴി നമുക്ക് ശാരീരികമായിട്ടുള്ള ഉണർവ് ലഭിക്കും, മാനസികമായിട്ടുള്ള ഉണർവ് ലഭിക്കും. അപ്പം അങ്ങനെ ഒരു ശാരീരികവും മാനസികവും ആയിട്ടുള്ള ഉണർവ് ലഭിക്കുന്നതിന് വേണ്ടി സ്ത്രീ സമൂഹത്തിൽ എന്തൊക്കെ യോഗകൾ ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് കൂടി നോക്കിയിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം.